ഹലോ ഹായ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോൻ്റെ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഫ്ലെയിം കിറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എക്സോസിൻ്റെ വീഡിയോന് മുന്നേ ഇട്ടപ്പോൾ കുറേ പേര് മെസ്സേജ് അയച്ചായിരുന്നു. എനിക്ക് കുറേ പേരല്ല, കുറച്ച് പേര് മെസ്സേജ് അയച്ചായിരുന്നു ഫ്ലെയിം കിറ്റിൻ്റെ വീഡിയോ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഫ്ലെയിം കിറ്റിൻ്റെ വീഡിയോ ആഡ് ചെയ്യുമെന്ന് പറയാൻ കാരണം വെച്ചാൽ അന്ന് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ എക്സോസിൻ്റെ വീഡിയോ ചെയ്തായിരുന്നു ഇതിന് മുന്നേ. ചാനൽ ചെക്കൗട്ട് ചെയ്ത് എനിക്ക് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാനിങ്ങനെ മറ്റേ എക്സോസിൻ്റെ എടുക്കുക, ആഫ്റ്റർ മാർക്കറ്റ് എക്സോസിൻ്റെ ബെൻഡ് വൈപ്പിന് എടുത്തിട്ട് ഒരു ഹോൾ അടിച്ചിട്ട് മറ്റേ നമ്മളെ സ്പാർക്ക് പ്ലഗ് ഫിറ്റ് ചെയ്ത് കണ്ടിട്ട് ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞായിരുന്നു ഇതിങ്ങനെ നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്യാം. അപ്പോൾ ആൾക്കാർ മെസ്സേജ് ഇട്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യാം. ഇന്ന് നമുക്ക് ആ വീഡിയോ എടുക്കാം. ചെറിയ ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്, അപ്പോൾ അതൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നിനി ആ വീഡിയോൻ്റെ ആ കണ്ടൻറ്റിലേക്ക് പോകാം. അപ്പോൾ അതുകൂടാതെ കമൻറ്റിൽ വേറെ മെസ്സേജ് വന്നതെന്താ വെച്ചാൽ നമ്മൾ എക്സോസ്റ്റ് മാറ്റിയിട്ട് ആഫ്റ്റർ മാർക്കറ്റ് കയറ്റുന്ന വീഡിയോ ഇടാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ കരുതി അതും ഈ ഫ്ലെയിം കിറ്റ് വീഡിയോനകത്ത് ആഡ് ചെയ്യാം, എക്സോസ്റ്റ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ മറ്റേ ഫ്ലെയിം കിറ്റ് ഇൻസ്റ്റാളിൻ്റെക്കിൽ ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് സെറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതും ഇതും കൂടി ഒരു കണ്ടൻ്റ് ആക്കി ഇടാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് അണ്ടർബെല്ല് ആദ്യം റിമൂവ് ചെയ്യണം, എക്സോസ്റ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ. കാരണം ഇതിലൂടെ വരുന്നതാണ്, എന്നിട്ട് നമുക്ക് ഇവിടുത്തെ ബോൾട്ട് വരണം. അപ്പോൾ അതിനാദ്യം എക്സോസ്റ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് അണ്ടർബെല്ല് ചേഞ്ച് ചെയ്യണം, മാറ്റി വെക്കണം. അപ്പോൾ നമുക്ക് അണ്ടർബെല്ല് ഊരിയിട്ട് കാണാം. അപ്പോൾ അണ്ടർബെല്ല് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അണ്ടർബെല്ല് റിമൂവ് ചെയ്താൽ നമ്മൾ ലുക്ക് ഇങ്ങനെയാണ്, ഒരുമാതിരി നമ്മളെ അഡ്വഞ്ചർ ബൈക്കിനെ പോലെയാണ്. കാരണം അണ്ടർബെല്ല് വരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര അടിയിൽ സ്പേസിലൊക്കെ കൂടിയ പോലെ തോന്നും. അപ്പോൾ ഇനി വേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ഇവിടെ ഒരു ബോൾട്ട് വരുന്നുണ്ട്. അണ്ടർബെല്ല് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മളെന്താ വേണ്ടത് വെച്ചാൽ നമുക്ക് വേണ്ട ടൂൾസ് ഇതെല്ലാം ഇത്രയും സ്പാൻഡറുകളാണ് ഇതിന് വേണ്ടത് നമുക്ക് എക്സോസ്റ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു 12-13 റിങ്, പിന്നെ ഒരു 12-13 നോർമൽ സ്പാനർ, പിന്നെ ഒരു 16-17 സ്പാനർ, പിന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ. ഇതിന് നമുക്ക് ഞാൻ എന്തിനാണ് ഇത് പ്രിഫർ ചെയ്യുന്നത് വെച്ചാൽ ഈ റിങ് 12-13 നമുക്ക് ഇതായാലും മതി. പക്ഷെ പാരെന്ന് വെച്ചാൽ ഈ സാധനം കണ്ട ഇത് നമുക്ക് ഊരാൻ വേണ്ടി എളുപ്പം ഇതാണ് ഈ റിങ്. അതാകുമ്പോൾ നമ്മൾ ഈ ത്രെഡും പോവില്ല, മനസ്സിലായോ? ത്രെഡ് റിമൂവ് ആവില്ല. പിന്നെ വേറെ ഒന്നും എനിക്ക് പറയാനില്ലെന്ന് വെച്ചാൽ ഈ സാധനം ബോൾട്ട് ശരിക്കും വരുന്നത് 12 ബോൾട്ടാണ്, 12 സൈസ്. ശരിക്കും 12ആണ് ഉപയോഗിക്കേണ്ടത് സ്റ്റോക്ക്. പക്ഷെ ഞാൻ എൻ്റെ ത്രെഡ് പോയതുകൊണ്ട് ഞാൻ ഇതിന് വേറെ ബോൾട്ട് വെച്ചിട്ടതാണ്. അപ്പോൾ ആ ബോൾട്ട് വാങ്ങിയപ്പോൾ അതിൻ്റെ സൈസ് മാറി, 13ആയി, സൈസ് 13ആയി. അപ്പോൾ എൻ്റെ എക്സോസ്റ്റ് ഊരണ്ടിക്കിൽ ഇപ്പോൾ ബോൾട്ടിൻ്റെ സൈസ് 13 സ്പാൻഡർ കണ്ടോ. 13 വെച്ചാൽ എനിക്ക് റിമൂവ് ചെയ്യാൻ പറ്റുക. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ ഓട്ടോ സെൻസർ റിമൂവ് ചെയ്തെടുക്കണം. അപ്പോൾ ഓട്ടോ സെൻസർ റിമൂവ് ചെയ്യാനാണ് നമുക്ക് ഇതിൻ്റെ റിങ് സാധാ സ്പാൻഡർ 17 കണ്ടോ, 17ൻ്റെ സ്പാൻഡറാണ് ഇതിന്. പിന്നെ ഈ ബോൾട്ടില്ലേ, ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടത് 12. ഇത് ഞാൻ ചേഞ്ച് ചെയ്തിന് ബോൾട്ട്, ഇതിൻ്റെ സ്റ്റോക്ക് ബോൾട്ട് വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ആഫ്റ്റർ മാർക്കറ്റായിട്ട് വാങ്ങി വെച്ച ബോൾട്ടാണ്. ഇതിന് വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പുറം 12 ഇപ്പുറം 13 കണ്ടോ, 13 അപ്പർ സൈഡ് 12 കണ്ടോ, 12. ശരിക്കും സ്റ്റോക്കായിട്ട് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പുറം ഇപ്പുറം 12ആണ്. അപ്പോൾ 12 2 സ്പാൻഡർ വേണ്ടി വരും എന്തായാലും, ഒന്ന് ഇവിടെ പിടിക്കാനും ഒന്ന് അപ്പുറം പിടിക്കാനും, ഇല്ലെങ്കിൽ നമ്മൾ സ്പാൻഡർ അടക്കം തിരിയും. നല്ലൊരു അറിയാലോ, കോമൺ ആണ് അത്. അപ്പോൾ അങ്ങനെ ചെയ്യണം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ സ്ക്രൂ ഡ്രൈവർ എന്തിനാണെന്ന് വെച്ചാൽ ഇത് റിമൂവ് ചെയ്തെടുക്കണം. ഓട്ടോ സെൻസറിൻ്റെ കണക്ഷൻ ഞാൻ കാണിച്ചുതരാം. റിമൂവ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇവിടെ ഒരു കപ്ലർ വരുന്നുണ്ട്, ഇത് റിമൂവ് ചെയ്ത് മാറ്റണം. കണ്ടോ, ഇത് റിമൂവ് ചെയ്തെടുക്കുക. പിന്നെ ഇവിടെ ഒരു കണക്ഷൻ വരുന്നുണ്ട് കണ്ടോ, ഇതൊന്ന് പ്രസ് ചെയ്ത് ഊരണം. അപ്പോൾ ഇത് ഊരിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, ബാക്കി കണക്ഷൻ ഇടുക. അപ്പോൾ ഇത് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ
നമുക്കിനി സിമ്പിളായിട്ട് ഊരിയെടുക്കാൻ പറ്റും. എക്സോസിൽ തന്നെ ഇത് ഊരിയെടുക്കുന്ന സുഖം, കാരണം അല്ലാണ്ട് നമുക്ക് പുറത്തെടുത്തിട്ട് ഊരിയെടുക്കാൻ പറ്റും. അതിന് നല്ലത് നമ്മളെന്ന് വെച്ചാൽ വണ്ടിയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടാകുമ്പോൾ തന്നെ നമുക്ക് ഊരിയെടുക്കുന്നത് നല്ലത്. അതാകുമ്പോൾ നമുക്ക് എല്ലാവരും പിടുത്തം കിട്ടും. അപ്പോൾ 17ൻ്റെ സ്പാൻഡർ വെച്ചിട്ട് നമുക്കിത് റിമൂവ് ചെയ്തെടുക്കാം. ലൂസ് ചെയ്തെടുത്താൽ മതി. ഇത് ലൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും കെയർഫുള്ളായിട്ട് ഊരാൻ ശ്രമിക്കണം. കാരണം വെച്ചാൽ ഇതിന് ഭയങ്കര റേറ്റാണ്. സാധാരണ ചെറുതാണെങ്കിൽ ഇതിന് ഭയങ്കര റേറ്റാണ്. പിന്നെ നമ്മളിത് ഈ കപ്ലർ ഊരിയെടുത്തതിന് ശേഷം നമ്മൾ കീ ഓണാക്കാൻ പാടില്ല. പിന്നെ നമ്മൾ മീറ്ററിൽ എൻജിൻ വാണിംഗ് ലൈറ്റ് കത്തും. അത് വേറൊരു ഇഷ്യൂ ആണ്. അതുകൊണ്ട് ഈ കപ്ലർ ഊരിയതിന് ശേഷം ആരും കീ ഓൺ ചെയ്യാൻ പാടില്ല. ഇനി നമുക്കിത് 12 നിങ്ങൾക്കെല്ലാം 12 സ്റ്റോക്കാണെങ്കിൽ 12ൻ്റെ ബോൾട്ട് ഉണ്ടാവും ഫസ്റ്റ് ഊരുന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ 12ൻ്റെ റിങ് എടുത്തിട്ട് ഊരുക. എനിക്ക് 13 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ 13ൻ്റെ റിങ് എടുത്തിട്ട് ഞാൻ ഇത് ലൂസാക്കി ഊരിയെടുത്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇപ്പം ഞാൻ ലൂസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ഊരുന്നുണ്ടെങ്കിൽ നല്ല ടൈറ്റ് ഉണ്ടാവും ഈ സ്ക്രൂ. അപ്പോൾ നിങ്ങളെന്താ വേണ്ടി വെച്ചാൽ ടൈം എടുത്തിട്ട് WD-40 ഒക്കെ അടിച്ചതിന് ശേഷം ടൈം എടുത്ത് ചെയ്യണം. ടൈം എടുത്തിട്ടാണ് നിങ്ങൾ ഊരാൻ. അധികം പ്രഷർ കാണിക്കാൻ പാടില്ല. കാരണം വെച്ചാൽ എൻജിൻ മൗണ്ടാണ്, എൻജിനിലെ കണക്ഷനാണ് ഈ സ്ക്രൂ. ഇൻ കേസ് എന്തെങ്കിലും പൊട്ടിപ്പോയാൽ നമ്മൾ ചിലപ്പോൾ ഇതൊക്കെ ക്രാക്കായി പോയെങ്കിൽ എൻജിൻ തന്നെ ഇറക്കേണ്ടി വരും. അതുകൊണ്ട് അധികം പ്രഷർ എടുക്കാൻ പാടില്ല ആരും. അപ്പോൾ ഇത് ഞാൻ ഊരിയെടുത്തു, കാണിച്ചു തരാം. അപ്പോൾ ഇത് 2 ഊരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഊരേണ്ടത് ബാക്കിലത്തെ കണക്ഷനാണ്. ഇങ്ങനെ 3 ബോൾട്ടാണ് ഊരിയാലാണ് നമ്മൾ എക്സോസ്റ്റ് ഊരി കിട്ടുക. അപ്പോൾ നമുക്കിനി ഇത് ഊരിയെടുക്കാം. ഇത് ഊരിയെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഒട്ടും ഊരിയെടുത്താലും നമ്മൾ സൈലൻസർ നമ്മളെ കൈമ കിട്ടും. വണ്ടിയിൽ നിന്ന് ഊരിയെടുക്കാൻ പറ്റും. അതാ സൈലൻസർ ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് ഇതിൻ്റെ അകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ എക്സോസ്റ്റിങ് എടുത്തിട്ട് വരാം. എക്സോസ്റ്റും ബെൻഡ് വൈപ്പ് എടുത്തിട്ട് വരാം. അപ്പോൾ ഇതാണ് എൻ്റെ ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് അക്രോപോയിക്കിൻ്റെ. അപ്പോൾ അന്നത്തെ വീഡിയോന് ശേഷം ഞാൻ ഊരി വെച്ചായിരുന്നു സൈലൻസർ. അന്ന് ജസ്റ്റ് ആ വീഡിയോക്ക് വേണ്ടി മാത്രം എടുത്തിട്ടതാണ്. അന്ന് തന്നെ ഞാനിത് റിമൂവ് ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ കണക്ഷനൊക്കെ ഇങ്ങനെ തന്നെ ഉള്ളത്. അപ്പോൾ ഇനി എന്താ വേണ്ടത് വെച്ചാൽ അടുത്ത സ്റ്റേജ് വെച്ചാൽ നമ്മൾ ഓട്ടോ സെൻസർ ഇതിന് ഫിറ്റ് ചെയ്യാം. ഇത് ഡയറക്റ്റ് ഫിറ്റാണ്, എല്ലാവർക്കും അറിയാമല്ലോ. ഡയറക്റ്റ് ഫിറ്റായിട്ട് ഇത് കണക്ട് ചെയ്യാം. ഇപ്പോൾ കുറച്ചാൾ വരുന്നുണ്ട്, ഇവനെന്ത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നു, എല്ലാവർക്കും അറിയുന്നില്ല ഇത്. അപ്പോൾ പക്ഷേ എന്ന കാരണം എന്ന് വെച്ചാൽ ഇത് ചിലപ്പോൾ ഇനിയും പുതുതായിട്ട് എക്സോസ്റ്റ് ഫിറ്റ് ചെയ്യുന്നവരുണ്ടാവും, അവർക്കൊരു ഉപകാരപ്പെട്ടോട്ട് വെച്ചിട്ടാണ്. അതുകൊണ്ട് വേറെ ആരും ഒന്നും തെറ്റിദ്ധരിക്കരുത്, അറിയുന്നവർ സ്കിപ്പ് അടിച്ചോ. അപ്പോൾ ഇത് ടൈറ്റ് ചെയ്യുക നല്ല രീതിയിൽ. ടൈറ്റ് ചെയ്യാൻ നമ്മൾ കയ്യിൽ വെച്ച് ടൈറ്റ് ചെയ്യുന്നില്ല, നമ്മൾ വണ്ടിയിൽ ഫിറ്റ് ചെയ്തതിന് ശേഷം ടൈറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇനി ഇത് ഫിറ്റ് ചെയ്യുക ഇവിടെ. നമ്മളിപ്പോൾ ഊരിയ പോലെ തന്നെ ഇത് ഫിറ്റ് ചെയ്യുക, ഈ ബോൾട്ട് വെച്ചിട്ട്. പിന്നെ ഇത് കണക്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ചതിന് ശേഷം ഞാൻ വരാം. സെയിം മെത്തേഡാണ് ഊരിയ പോലെ തന്നെ. അപ്പോൾ നമ്മൾ ഇത് ടൈറ്റ് ആക്കിയിട്ടുണ്ട്, ബോൾട്ടൊക്കെ ഇട്ട് ടൈറ്റാക്കി ഓട്ടോ സെൻസറെല്ലാം കണക്ട് ചെയ്തു. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലെയിം കിറ്റ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഇതുപോലൊരു സ്പാർക്ക് പ്ലഗ് ഫിറ്റ് ചെയ്യണം ഇവിടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം പോയിട്ട് ലേത്ത് കൊണ്ടുപോയിട്ട് ഇവിടെ ഒരു ഹോൾ അടിക്കണം. അപ്പോൾ ഹോൾ അടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അളവ് എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ നമ്മൾ ഈ സ്പാർക്ക് പ്ലഗ് എടുത്തതിന് ശേഷം സ്പാർക്ക് പ്ലഗിൻ്റെ അകത്ത് സൂട്ടാകുന്നൊരു ബോൾട്ട് എടുക്കണം. സ്പാർക്ക് പ്ലഗ് സൂട്ടാകുന്നൊരു ബോൾട്ട് എടുക്കുക. എന്നിട്ട് ആ ബോൾട്ട് അവരോട് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറയാം. ലേത്തിൽ കൊണ്ടുപോയി ഹോൾ അടിച്ചതിന് ശേഷം ഈ സൈസ് കണ്ട ഒരു ബോൾട്ട് വെച്ചിട്ടുണ്ടോ, ഈ ബോൾട്ട് ഇവിടെ വെച്ചിട്ട് വെൽഡ് ചെയ്യാം. ഇത് വെൽഡ് ചെയ്ത് വെച്ചാൽ നോർമൽ വെൽഡ് അല്ല ഞാൻ ചെയ്തത് വെച്ചാൽ ആർക്ക് വെൽഡ് എന്ന് പറയും. ആർക്ക് വെൽഡ് ചെയ്താലേ നിൽക്കുമെന്ന് വെച്ചാൽ ആർക്ക് വെൽഡ് കൊണ്ടുപോയി ചെയ്ത് കുറച്ച് എക്സ്പെൻസീവ് ആണത്, പക്ഷേ ചെയ്താൽ നല്ലതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യണം. അപ്പോൾ അതുകൂടാതെ ഇതിന് ശേഷം നമുക്കിത് ഇത് ഇടാനും ഊരാനും പറ്റും ഇടയ്ക്കിടയ്ക്ക്. ഇല്ലേ പിന്നെ നിങ്ങൾ സ്പാർക്ക് പ്ലഗ് എന്നേക്കുമായിട്ട് ഇവിടെ കണക്ട് ചെയ്ത് വെക്കണം. അതിന് നല്ലത് എന്തായാലും ഈ ബോൾട്ട് വെച്ച് ടൈറ്റ് ചെയ്യുന്നത്. ഇൻ കേസ് ഇത് പൊട്ടിപ്പോയാലും നമുക്കിത് മാറ്റിയതിന് ശേഷം അടുത്ത സ്പാർക്ക് പ്ലഗ് ഫിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്തു. അപ്പോൾ അങ്ങനെ ആദ്യം ചെയ്യണം കൊണ്ടുപോയിട്ട്. അതിന് ശേഷം നമുക്കിത് കണക്ട് ചെയ്യാം. സൈലൻസർ വണ്ടിയിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. സൈലൻസർ നമ്മൾ പ്രോപ്പറായി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ വേണ്ടത് വെച്ചാൽ നമ്മളെ അണ്ടർബെല്ലി ഫിക്സ് ചെയ്യണം. കാരണം ഇനി ആ ഭാഗത്ത് നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ നമുക്ക് അണ്ടർബെല്ലി ഫിറ്റ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ വണ്ടീൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് മഴ പെയ്തു. കണ്ട മഴ പാറുന്നുണ്ട്. നോർമലി ഇങ്ങനെയല്ല മഴ പെയ്യാറ്, വണ്ടി കഴുകുമ്പോഴാണ് മഴ പെയ്യാറ്. ഇതെന്താകുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ മഴ പെയ്തു. അപ്പോൾ ഇനി നമുക്ക് അണ്ടർബെല്ലി ഫിറ്റ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഊരിയ പോലെ തന്നെ പ്രോപ്പറായിട്ട് തിരിച്ച് അണ്ടർബെല്ലി ഇടുക. അതിനുശേഷം ഞാൻ നമ്മളെ ഫ്ലെയിം കിറ്റ് ഇൻസ്റ്റാളിൻ്റെ ഫ്ലെയിം കിറ്റ് ഇൻസ്റ്റാളിൻ്റെ സ്റ്റെപ്സ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഞാൻ നമ്മളെ അണ്ടർബെല്ലി സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അണ്ടർബെല്ലി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ വേണ്ടത് വെച്ചാൽ നമ്മളെ
വണ്ടിക്ക് സ്റ്റോക്കായിട്ട് വരുന്ന കോയിലുണ്ടാവും, സ്റ്റാർട്ടർ കോയിൽ. ഞാൻ സ്റ്റാർട്ടർ കോയിൽ തന്നെയാണോ എൻ്റെ പേരറിയില്ല, ഞാൻ ഇഗ്നീഷ്യൻ കോയിൽ. ഇഗ്നീഷ്യൻ കോയിലുണ്ടാവും. ഇഗ്നീഷ്യൻ കോയിൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കുക. അതായത് ഇപ്പം എൻ്റെ വണ്ടീൻ്റെ ഈ ഒരു പീസ് ഊരിയാൽ നമുക്ക് ഈ കോയിൽ കാണാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സീറ്റ് റിമൂവ് ചെയ്ത ശേഷം ഈ ഒരു പാർട്സ് ഊരാം. ഈ ഒരു പാർട്സ് ഊരിയ ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു പാനലും ലൂസാക്കിയ ശേഷം നമുക്ക് ഈ സാധനം കിട്ടും. ഇതാണ് ഇതിൻ്റെ കോയിൽ, കണ്ടോ, ഇഗ്നീഷ്യൻ കോയിൽ. അപ്പോൾ ഇതിൻ്റെ ഈ പോസിറ്റീവ് നെഗറ്റീവിൻ്റെ അന്നും 2 വയർ നമുക്ക് എടുത്തിട്ട് നമ്മളെ വേറൊരു കോയിൽ വാങ്ങണം. അപ്പോൾ ഞാൻ എന്തെല്ലാം വേണമെന്നുള്ള ഡീറ്റെയിൽ പറഞ്ഞുതരാം. അതിന് ശേഷം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് വരാം. അപ്പോൾ ഞാൻ വാങ്ങേണ്ട സാധനങ്ങൾ എന്തെല്ലാം എന്ന് കാണിച്ചു തരാം. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് വേണ്ടത് നമുക്കൊരു ഇഗ്നീഷ്യൻ കോയിൽ വേണം. ഇതാണ് നമ്മൾ ഇഗ്നീഷ്യൻ കോയിൽ, ഞാൻ കാണിച്ചു തരാം. ഓക്കെ. ഇതാണ് ഇഗ്നീഷ്യൻ കോയിൽ. ഇത് ഏതിൻ്റെ വെച്ചാൽ സ്പ്ലെൻഡറിൻ്റെയാണ് ഇഗ്നീഷ്യൻ കോയിൽ. ഞാൻ കാണിച്ചു തരാം അതിൻ്റെ പ്രൈസ്. ഇതും കണ്ടോ, ഇഗ്നീഷ്യൻ കോയിൽ സ്പ്ലെൻഡർ, പ്രൈസ് 328. ഇത്രയാണ് ഇതിൻ്റെ പൈസ. അപ്പോൾ നമുക്കൊരു ഇങ്ങനെ ഒരു ഇഗ്നീഷ്യൻ കോയിൽ വേണം. ഇതിന് ഇത്രയും സാധനങ്ങൾ ഇതിനകത്ത് കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ക്യാപ്പ്, അതായത് ഇതിൻ്റെ നമ്മളെ ഈ പ്ലഗ് വരും, ഈ പ്ലഗിൻ്റെ അടുക്ക കണക്ഷൻ ചെയ്ത് കൊടുക്കേണ്ടിയിട്ട് സ്പാർക്ക് പ്ലഗ് കണക്ട് ചെയ്യേണ്ട ഇത് കണ്ടോ, ഇതിങ്ങനെ ഇവിടെ കണക്ഷൻ കൊടുക്കണം. എന്നുവെച്ചാൽ ഇവിടെ സ്പാർക്ക് പ്ലഗ് വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു കവർ വാങ്ങണം. അതും സെയിം തന്നെ 70 രൂപ. പ്ലഗ് അസംബ്ലി, സ്പാർക്ക് പ്ലഗ് അസംബ്ലി എന്നതിൻ്റെ പേര്. അപ്പോൾ അത് വേണം. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് വയർ വേണം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വയർ തന്നെ വാങ്ങുന്നത് നല്ലത്. കാരണം നല്ലൊരു കറണ്ട് അത്യാവശ്യം പോകേണ്ടതാണ്. അപ്പോൾ കുറച്ച് തിക്നെസ്സുള്ള വയർ വാങ്ങുക. പിന്നെ വേണ്ടത് ഒരു പുഷ് സ്വിച്ച് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഓണാക്കി ഇടുന്ന സ്വിച്ചല്ല വേണ്ടത്. പ്രസ് ചെയ്യുമ്പം വർക്കാവും, റിലീസ് ചെയ്യുമ്പോൾ ഓഫാവും. ആ സ്വിച്ച് വാങ്ങും. അതും കൂടി ആയാലും നമുക്ക് നമ്മളെ സാധനങ്ങളായി. പിന്നെ മെയിൻ സാധനം വാങ്ങാനായിട്ട് നമ്മൾ സ്പാർക്ക് പ്ലഗ് വേണം. ഞാൻ കാണിച്ചു തരാം. ആണ് പ്ലഗ്. ഈ സ്പാർക്ക് പ്ലഗ് വേണം. ഇത് എങ്ങനെ കണക്ട് ചെയ്യേണ്ടത് വെച്ചാൽ ഇത് ഇവിടെ കണക്റ്റാവുക, ഇവിടെ കണക്റ്റാക്കുക. ഒറ്റ കൈ ആയതുകൊണ്ടാണ് പറ്റാതെ. ഇതിവിടെ കണക്റ്റാക്കുക. അതിനുശേഷം ഇവിടെ ഇത് കണക്ട് ചെയ്യുക. വയർ ഇതിനേക്ക് ഇത് ഒരു ത്രെഡ് സൈസാണ്. അപ്പോൾ ഈ ത്രെഡ് വെച്ചിട്ട് നമ്മളിങ്ങനെ തിരിച്ച് ഇത് ടൈറ്റ് ചെയ്യുക. അപ്പോൾ അതും കൂടെ ആയാൽ നമ്മളെ ഈ ഒരു സെറ്റപ്പ് കംപ്ലീറ്റ് ആവും. പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് ഇതിനകത്തേക്ക് കറണ്ടാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മാത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പുഷ് സ്വിച്ച് ഞാൻ നേരത്തെ കാണിച്ച്. ഇത്രയും സാധനങ്ങളാണ് നമ്മളൊരു ഫ്ലെയിം കിറ്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടിയൊക്കെ വേണ്ടത്. ഫിറ്റിംഗ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്കതിന് ഫിറ്റ് ചെയ്ത് കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ ഫിറ്റിങ്ങിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ സ്വിച്ചില്ലേ, അത് നമ്മൾ ഹാൻഡിൽ കണക്ട് ചെയ്യണം. ഹാൻഡിൽ നമുക്കിങ്ങനെ കൈ എത്തുന്ന ദൂരത്ത് ഫിറ്റ് ചെയ്യണം. പിന്നെ വെച്ചാൽ അതിൻ്റെ വയറിങ് നമ്മൾ ഇതിൽ കൂടെ എടുത്തിട്ട് നമ്മൾ അതുവഴി വയറെടുത്തിട്ട് ഇതുണ്ടാ ഇവിടെ കൂടെ എടുത്തിട്ട് ഇതിൻ്റെ ഈ പൈപ്പിലൂടെ പോയിട്ട് നമ്മൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് എത്തിച്ച് അപ്പുറത്ത് എന്നാൽ ഞാൻ കാണിച്ചു തരാം. അപ്പുറത്ത് എന്താ വെച്ചാൽ നമ്മൾ ഈ കോയിലിൻ്റെ അടുക്ക് എത്തും. നമ്മൾ സ്റ്റോക്ക് കോയിലിൻ്റെ അടുക്കും. അപ്പോൾ 2 വയറിൻ്റെ അന്ന് നമ്മൾ വരുമ്പം ഒരു വയർ കട്ട് ചെയ്യുക. അപ്പോൾ ഒരു വയർ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ അന്ന് ഒരു കണക്ഷൻ എടുത്ത് ഇവിടെ കൊടുക്കുക. മറ്റേ അതേ ലൈനിൻ്റെ മറ്റേ കണക്ഷൻ എടുത്തിട്ട് ഇപ്പുറത്തിലും കൊടുക്കുക. രണ്ട് കണക്ഷനല്ലേ, ഈ രണ്ടിലും കൊടുക്കുക. എന്നിട്ട് ബാക്കി വരുന്ന ആ ഒരു വയർ ബാക്ക് ലോൾ എടുക്കുമ്പം ഇതിൻ്റെ ബാക്കി വയറും ബാക്ക് ലോൾ എടുക്കുക. അപ്പം നമുക്ക് ലാസ്റ്റ് വീട് എത്തുമ്പോൾ 2 വയർ കിട്ടും. ആ 2 വയർ നമുക്ക് സീൻ്റെ അടിയിൽ എത്തിക്കണം. കണ്ടില്ലേ, വീട് എത്തും. ഡൗട്ടുണ്ടെങ്കിൽ ഞാൻ പേപ്പറിൽ വരച്ചിട്ട് നിങ്ങൾക്ക് വയറിങ് എങ്ങനെയാണെന്ന് ഞാൻ ഡയറക്റ്റ് ശരിക്കും കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം. ജസ്റ്റ് ഇപ്പം ഇതൊന്നും മനസ്സിലാക്കി വെച്ചാൽ മതി. അത് ഫോട്ടോ കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അപ്പോൾ 2 വയർ നമുക്ക് ഇവിടെ കിട്ടും. ആ 2 വയർ ഇവിടെ കിട്ടും നമുക്ക്. ആ 2 വയർ ഇവിടെ കിട്ടിയതിന് ശേഷം നിങ്ങൾ കണ്ടില്ലേ, ഈ കണക്ഷൻ കൊടുത്തിട്ട് നമ്മൾ ഇവിടെ എത്തിച്ച്. ഇതാണ് നമ്മൾ പറഞ്ഞ കോയിൽ. നമ്മൾ വാങ്ങിയില്ല മറ്റേ സ്പ്ലെൻഡറിൻ്റെ കോയിൽ. അതാണിത്. അതിൻ്റെ അകത്തേക്ക് കണക്ഷൻ കൊടുക്കുക. കണ്ടില്ലേ, ഇത് 2 പിന്നിലേക്ക് കണക്ഷൻ കൊടുക്കുക. അപ്പോൾ അവിടെ കണക്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് സ്പാർക്ക് പ്ലഗിലേക്കുള്ള കണക്ഷൻ ഇതാണ് കണ്ട. ഈ ഒരു ഇതിലേക്കുള്ള ഈ കണക്ഷൻ കണ്ട, ഈ കണക്ഷൻ നമ്മൾ താഴേക്ക് എടുക്കും. കണക്ഷനാണിത് കണ്ടോ. ഇത് കണ്ടോ, ഇതുവഴി പോയി ഇത് കണ്ട ഇവിടെ എത്തും. കണ്ട, ഇവിടെ കണക്ഷൻ കൊടുത്തു. മനസ്സിലായില്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ വയറിങ്, ഇതിൻ്റെ ഈ പ്രൊസീജിയർ. അപ്പോൾ നമുക്ക് ഇത് സേഫ് ആക്കണം. കാരണം വെച്ചാൽ ഇതിന് നമുക്ക് ഈ കണ്ട നെഗറ്റീവ് പോസിറ്റീവായിട്ടും ഇതിന് ടച്ച് ആകുന്നുണ്ട്. അപ്പോൾ ഇത് ബോഡിക്ക് ടച്ച് ആകാത്ത നമ്മൾ സേഫ് ആക്കി വെക്കണം. ജസ്റ്റ് ഒന്ന് ഇൻസുലേറ്റ് ചെയ്തിട്ട് വെച്ചാൽ മതി പിടിക്കണം. അപ്പോൾ ഇനി അത് അടുത്ത് നമുക്ക് ഇൻസുലേറ്റ് ചെയ്ത് കാണിച്ചു തരാം, എന്നിട്ട് ബാക്കി കാണിച്ചു തരാം. അപ്പോൾ
അത് സീൽ ചെയ്തിട്ട് എം ടിക്ക് കറക്റ്റ് ഇവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇറങ്ങി നിൽക്കും. അതിന് ശേഷം സീറ്റ് ഇടാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട് എം ടിക്ക്. അപ്പോൾ V3 പാട് സ്ഥലം ഉണ്ടാകും. എം ടിക്കാണ് പൊതുവേ വണ്ടിയുടെ ഉള്ളിൽ സ്ഥലം കുറവ്. അപ്പോൾ V3 നമുക്ക് എവിടെ കിറ്റിനെടുക്കാനും വെക്കാൻ പറ്റും. എം ടിക്ക് അങ്ങനെ പറ്റില്ല. അപ്പോൾ ഇവിടെ കറക്റ്റ് ഒരു സ്ഥലമുണ്ട്. അത് എന്തിനാണ് വരുന്നത് വെച്ചാൽ മറ്റേ ടൂൾ കിറ്റ് വെക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ടൂൾ കിറ്റ് ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് അതെടുത്ത് മാറ്റിയിട്ട് ആടെ ഇത് വെക്കുക ചെയ്ത്. അപ്പോൾ കറക്റ്റായിട്ട് അതിന് ശേഷം വയർ താഴേക്ക് കിട്ടുകയും ചെയ്യും. കണ്ടില്ലേ കണക്ഷൻ? അപ്പോൾ ഇത് വർക്കിംഗ് ആണോ എന്ന് മനസ്സിലാകാൻ വേണ്ടി നിങ്ങൾക്ക് 2 വിധത്തിൽ നോക്കാം. ഈ പ്ലഗ് ഊരിയതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് ബോഡി കാണിച്ചാൽ സ്പാർക്ക് കിട്ടുമെന്ന് നോക്കാൻ പറ്റും. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. എർത്ത് കിട്ടുന്നുണ്ടോ അല്ല, നമ്മൾ കറണ്ട് ഇതിനകത്തേക്ക് വലിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം റേസ് കൊടുക്കുക. റേസ് കൊടുക്കുമ്പോൾ നമ്മൾ ആ സ്വിച്ച് പിടിച്ച് വയ്ക്കുകയാണെങ്കിൽ വണ്ടി ഓഫ് ആവും. അത് ഓഫ് ആകുന്നുണ്ടെങ്കിൽ ഓക്കെ കറണ്ട് വലിക്കുന്നുണ്ട്, അതുകൊണ്ട് വണ്ടി ഓഫ് ആകുന്ന അർത്ഥം. കണ്ടില്ലേ? അത് ഞെക്കുമ്പോൾ വണ്ടി ഓഫായെങ്കിൽ ഓക്കെ കറണ്ട് വലിക്കുന്നുണ്ട് മനസ്സിലാവും. പിന്നെ ഇപ്പം നമുക്കിത് റേസ് കൊടുത്ത് നോക്കിയാലും കാണില്ല, കാരണം വെളിച്ചുകൊണ്ട്. രാത്രി ആകുമ്പോൾ വിഷ്വൽ ഞാൻ ആഡ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വരാം. പിന്നെ ഇത് സ്ട്രിക്റ്റ്ലി പ്രൊഹിബിറ്റഡ് ആണ്. സൈലൻസർ വെക്കുന്നത് തന്നെ കുറ്റകൃത്യം. അതിൻ്റെ കൂടെ നമ്മളിങ്ങനെ ഫയറും കൂടി ആക്കുന്നത് ഒരിക്കലും റോഡിൽ ഇറക്കാൻ പാടില്ല. പോലീസ് പിടിക്കും, ഫൈനിടും. നമ്മൾ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് നമ്മൾ പാലിക്കണം നിയമങ്ങളൊക്കെ. അതായത് നമ്മൾ ട്രാക്ക് യൂസിന് വേണ്ടിയിട്ടും പിന്നെ നമ്മൾ ഓട്ടോ ഷോക്ക് വേണ്ടിയിട്ടെല്ലാം നമുക്കിത് യൂസ് ചെയ്യാം. റോഡിൽ ഇറക്കിയിട്ട് ഇതിൻ്റെ അഭ്യാസപ്പെടൊന്നും കാണിക്കാൻ പാടില്ല ആരും. ഭയങ്കര കുറ്റകൃത്യമാണ്. അപ്പോൾ അങ്ങനെ എതിനാരും നിൽക്കരുത്. നമുക്ക് ഇങ്ങനെ ഓട്ടോ ഷോക്കും ട്രാക്ക് പർപ്പസ് എല്ലാം വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇത്. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കാം, അത് ഇൻസ്റ്റയിൽ DM ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ ഫയർ വരുന്ന വീഡിയോ ലാസ്റ്റ് കാണിച്ചു തരാം. അടുത്തൊരു മെയിൻ വീഡിയോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ കാണുന്നതിലേക്കും എല്ലാവർക്കും എൻ്റെ വക ഗുഡ് ബൈ.